അറിഞ്ഞില്ലേ, തിരുവനന്തപുരത്തെ കേരളത്തിൻ്റെ അഭിമാന സ്ഥാപനമായ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നാം എല്ലാവരും കാത്തുകാത്തിരിക്കുന്ന ISROയുടെയും ഭാരതത്തിൻ്റെയും അഭിമാന പദ്ധതി ഗഗൻയാൻ്റെ ഭാഗമാകുന്നു. ഒരു മെഡിക്കൽ സ്ഥാപനത്തിന് ബഹിരാകാശത്തെന്ത് കാര്യം എന്ന് തോന്നുന്നു? കാര്യമുണ്ട്. ഗഗൻയാൻ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയച്ച് തിരിച്ചു കൊണ്ടുവരുന്ന വൻ പദ്ധതിയാണ്. ബഹിരാകാശത്തേക്ക് പോകുന്ന മനുഷ്യരുടെ ആരോഗ്യം, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻ, അവയ്ക്ക് വരുന്ന മാറ്റം, അതിലൂടെ ഭാവിയിലേക്ക് വേണ്ട വിവരങ്ങൾ, അവരുടെ ട്രെയിനിങ് ഒക്കെ ഒരുപാട് മെഡിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ സയൻസ് ബഹിരാകാശ പദ്ധതികളുടെ അവിഭാജ്യ ഘടകമാണ്. സ്പേസ് മെഡിസിൻ എന്നൊരു സ്പെഷ്യാലിറ്റി വരെ ഇപ്പോൾ ബഹിരാകാശ പദ്ധതികളുടെ ഭാഗമായുണ്ട്. നമുക്കിന്ന് ഈ വിഷയം സംസാരിച്ചാലോ? റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. താല്പര്യമുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക. നോക്കൂ കൂട്ടുകാരെ, മനുഷ്യ ശരീരത്തെയും മനസ്സിനെയും പ്രകൃതി തയ്യാറാക്കിയിരിക്കുന്നത് ഭൂമിയിൽ ജീവിക്കാനാണ്. അതായത് ആവറേജ് 15 മുതൽ 45 ഡിഗ്രി വരെയുള്ള ചൂടിൽ ധാരാളം വെള്ളവും ഭക്ഷണവും ലഭിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ നാച്ചുറലായി മനുഷ്യന് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ പരമാവധി മണിക്കൂറിൽ 20-25 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ മനുഷ്യന് ഓടാൻ കഴിയൂ. അതും കുറച്ച് സമയത്തേക്ക് മാത്രം. മനുഷ്യന് കുതിരയെപ്പോലെ ഓടാനോ കുരങ്ങിനെ പോലെ ചാടാനോ പുലിയെപ്പോലെ വേട്ടയാടാനോ തുടങ്ങി പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ കഴിവുകളുമില്ല. ചുരുക്കത്തിൽ പ്രകൃതിയിലെ ഏറ്റവും നിസ്സഹായനായ ജീവിയാണ് മനുഷ്യൻ. ഈ നിസ്സഹായതയിൽ നിന്നാണ് അവന് നിലനിൽപ്പിൻ്റെ ആശങ്കകൾ ഉണ്ടായത്. ഈ ആശങ്കയിൽ നിന്നാണ് അന്വേഷണവും നിരീക്ഷണവും ഉണ്ടായത്. ആ നിരീക്ഷണങ്ങളിൽ നിന്നാണ് അറിവുകൾ ഉണ്ടായത്. ആ അറിവുകളിൽ നിന്നാണ് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത്. അതങ്ങനെ നൂറ്റാണ്ടുകളിലൂടെ, സഹസ്രാബ്ദങ്ങളിലൂടെ തുടർന്നാണ് മനുഷ്യൻ ഇന്നീ കാണുന്ന നേട്ടങ്ങളെല്ലാം നേടിയത്. അതായത് ഫിസിക്കലി നോക്കിയാൽ മനുഷ്യൻ ഏറ്റവും നിസ്സഹായനും ദുർബലനുമാണ്. അതുകൊണ്ട് തന്നെ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ പോകാനും ജീവിക്കാനും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. യൂറോപ്പിലും കാനഡയിലുമൊക്കെ ജീവിക്കാൻ തണുപ്പിനെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങൾ ആവശ്യമാണ്. മരുഭൂമികളിൽ ജീവിക്കാൻ ചെരുപ്പ് അത്യാവശ്യമാണ്. ഭൂമിയിലെ കാര്യം ഇങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ബഹിരാകാശത്ത് ജീവിക്കാൻ എന്തെല്ലാം വേണ്ടിവരും? ബഹിരാകാശത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഭാരമില്ലായ്മയാണ്. ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു പേടകം തുടർച്ചയായി ഭൂമിയിലേക്ക് വീഴുന്ന ഒരവസ്ഥയിലാണുള്ളത്. ആ വീഴ്ച പൂർണ്ണമാകാൻ ഒരുപാട് കാലമെടുക്കും എന്നു മാത്രം. ഗുരുത്വബലം കാരണമാണ് നമുക്ക് ഭാരം അനുഭവപ്പെടുന്നത്. എന്നാൽ ആ ബലത്തിന് വിധേയമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ഭാരം എന്ന അവസ്ഥയില്ല. ഭൂമിയിലേക്ക് വീഴുന്ന ഒരു വിമാനത്തിനുള്ളിൽ മനുഷ്യർക്ക് ഭാരമുണ്ടാകില്ല. നമുക്ക് ആ അവസ്ഥയിൽ അപ്പൂപ്പൻ താടി പോലെ പറന്നു നടക്കാം. ഇങ്ങനെയാണ് ബഹിരാകാശത്ത് പോകുന്നവർക്കുള്ള പരിശീലനം കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ബഹിരാകാശത്ത് ഭാരം അനുഭവപ്പെടുന്നില്ല. ആദ്യം പറഞ്ഞല്ലോ, മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭൂമിയിലെ അനുകൂല സാഹചര്യങ്ങളിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അതായത് പൂർണ്ണമായ ഗുരുത്വബലത്തിൽ ഭാരത്തോടെ ജീവിക്കാൻ. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതിനനുസരിച്ചാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുന്നത് അന്നനാളത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല, താഴേക്കുള്ള ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുകൂടിയാണ്. രക്തചംക്രമണം, ഹൃദയമിടിപ്പ്, വിസർജനം എന്നിവയിലെല്ലാം ഗ്രാവിറ്റിയുടെ വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ ഗ്രാവിറ്റി ഇല്ലാത്ത ഒരവസ്ഥയിൽ മനുഷ്യ ശരീരം ആകെ മറിയും എന്നത് ഉറപ്പല്ലേ? ഈ അവസ്ഥയിൽ ദീർഘകാലം ജീവിക്കേണ്ടി വരുമ്പോൾ മനുഷ്യൻ മറ്റൊരു ക്രീച്ചർ തന്നെയായി മാറും. ഈ മാറ്റങ്ങൾ അതെങ്ങനെയൊക്കെയാണ് മനുഷ്യ ശരീരത്തെ സ്വാധീനിക്കുകയും മാറ്റുകയും ചെയ്യുന്നത് എന്നതെല്ലാം മനസ്സിലാക്കി പഠിച്ച് വേണ്ടത് ചെയ്താൽ മാത്രമേ ഭാവിയിൽ വർഷങ്ങളോളം ബഹിരാകാശത്ത് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെ കൈകാര്യം ചെയ്യാൻ കഴിയൂ. ആ പഠനത്തിനും പ്രവർത്തനത്തിനും വേണ്ടിയുള്ള മേഖലയാണ് സ്പേസ് മെഡിസിൻ. എവിടെയായാലും നമുക്ക് ജീവിക്കാൻ ഓക്സിജൻ ആവശ്യമാണ്. ശ്വസന പ്രക്രിയയിലൂടെയാണ് ഓക്സിജൻ ലഭിക്കുന്നത്. അന്തരീക്ഷത്തിലുള്ള ഓക്സിജനാണ് നാം ശ്വസിക്കുന്നത്.
എന്നാൽ ബഹിരാകാശത്ത് അന്തരീക്ഷം ഇല്ലാത്തതിനാൽ ആവശ്യത്തിന് ശ്വസിക്കാനുള്ള ഓക്സിജൻ വരെ കൊണ്ടുപോയേ പറ്റൂ. ബഹിരാകാശ വാഹനങ്ങളിൽ ഓക്സിജൻ നിറച്ചിട്ടുണ്ടാകും. ഇങ്ങനെ വാഹനങ്ങളിൽ നിറച്ചിട്ടുള്ള ഓക്സിജനും ഭൂമിയിൽ നാം സ്വാഭാവികമായി ശ്വസിക്കുന്ന വായുവും ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾ വ്യത്യസ്തമാണ്. അതിനാൽ വ്യക്തമായ പഠനവും നിരീക്ഷണവും ആവശ്യമാണ്. ഉദാഹരണത്തിന് കടലിലോ പുഴയിലോ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് ആരും പ്രത്യേകിച്ച് ആഹാരം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാട്ടിലെ സസ്യങ്ങൾക്ക് നമ്മളാരും വെള്ളവും വളവും ഒന്നും ചെയ്യാറില്ല. എന്നാൽ ആ മത്സ്യങ്ങളെ ഒരു അക്വേറിയത്തിൽ പിടിച്ചിട്ടാൽ, ചെടികളെ മുറ്റത്തെ ചട്ടിയിൽ വളർത്തിയാൽ അവയ്ക്ക് പരിപാലനം ആവശ്യമാണ്. അക്വേറിയത്തിൽ ഓക്സിജൻ പമ്പുകൾ വേണം, റെഗുലറായി ആഹാരം കൊടുക്കണം, വെള്ളം മാറണം, ചെടികൾ നനയ്ക്കണം, വളം ചെയ്യണം, കീടനാശിനികൾ തളിക്കണം. ഇവയൊക്കെ എത്ര, എപ്പോൾ, എങ്ങനെ എന്നൊക്കെ പഠിക്കണം, അറിയണം. ബഹിരാകാശ വാഹനം എന്നത് ഇപ്പറഞ്ഞതുപോലെ ഒരു വലിയ അക്വേറിയമാണ്. മനുഷ്യൻ അവിടുത്തെ മത്സ്യങ്ങളും. അവിടുത്തെ ഓരോ നിമിഷവും നിരീക്ഷിച്ച് മാറ്റങ്ങൾ പഠിച്ചേ പറ്റൂ. ബഹിരാകാശത്തെ ഭക്ഷണവും വ്യത്യസ്തമാണ്. ഭൂമിയിൽ ഉപയോഗിക്കുന്ന എല്ലാം അവിടെ കൊണ്ടുപോകാൻ കഴിയില്ല. വാഹനത്തിനുള്ളിൽ തീ കത്തിച്ച് പാചകം ചെയ്യാൻ കഴിയില്ല. എല്ലാം ഭൂമിയിലുണ്ടാക്കി കൊണ്ടുപോകണം. അവിടുത്തെ പ്രത്യേകതകൾക്കനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ ലഭിക്കേണ്ട കലോറി, പ്രോട്ടീൻ, അതേപോലെ മറ്റു പോഷകങ്ങൾ ഇതെല്ലാം കണക്കാക്കി വേണം ബഹിരാകാശത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ. ഈ ഭക്ഷണം തയ്യാറാക്കൽ മറ്റൊരു സയൻസാണ്. ഈ ഭക്ഷണം എങ്ങനെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നതും പ്രധാനമാണ്. അതും സ്പേസ് മെഡിസിൻ്റെ ഭാഗമാണ്. വ്യായാമവും ഉറക്കവും ബഹിരാകാശ സഞ്ചാരികൾക്ക് വളരെ വളരെ പ്രധാനമാണ്. സീറോ ഗ്രാവിറ്റിയിൽ എല്ലുകളുടെ ബലം കുറയും. അത് നിലനിർത്താനും ആരോഗ്യം പരിപാലിക്കാനും പ്രത്യേക വ്യായാമങ്ങളുണ്ട്. ഭൂമിയിൽ വ്യായാമം ചെയ്യുന്നത് ഗ്രാവിറ്റി ഉപയോഗിച്ചാണ്. ഡംബല്, വെയ്റ്റ് ലിഫ്റ്റ്, പുഷപ്പ് തുടങ്ങിയവയാണല്ലോ പ്രധാന വ്യായാമങ്ങൾ. സീറോ ഗ്രാവിറ്റിയിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. എത്ര കിലോഗ്രാം വെയ്റ്റും തൂവൽ പോലെയേ ഉള്ളൂ. അപ്പോൾ സീറോ ഗ്രാവിറ്റിയിൽ പ്രയോജനപ്പെടുന്ന വ്യായാമങ്ങൾ ചിട്ടപ്പെടുത്തി പരിശീലിപ്പിക്കണം. ഇതും സ്പേസ് മെഡിസിൻ്റെ ഭാഗമാണ്. ആദ്യത്തെ ഗഗൻയാൻ യാത്രികർക്ക് ഈ പരിശീലനങ്ങളെല്ലാം ലഭിച്ചത് റഷ്യയിൽ നിന്നും നാസയിൽ നിന്നുമൊക്കെയാണ്. ഇപ്പറഞ്ഞത് കൂടാതെ ബഹിരാകാശത്ത് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അവ റേഡിയേഷനാണ്. നോക്കൂ, നാം ഭൂമിയിൽ ജീവിക്കുന്നത് അന്തരീക്ഷം എന്ന സുരക്ഷിതമായ ഒരു പടച്ചട്ടയ്ക്കുള്ളിലാണ്. സൂര്യനിൽ നിന്ന് വരുന്ന മാരകമായ കോസ്മിക് രശ്മികൾ, അൾട്രാവയലറ്റ് റേഡിയേഷനുകൾ എന്നിവയിൽ നിന്നെല്ലാം നമുക്ക് സംരക്ഷണമൊരുക്കുന്നത് അന്തരീക്ഷമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലെയാണ് നാം എല്ലാം. എന്നാൽ സ്പേസിൽ ഈ സംരക്ഷണ കവചം ഇല്ല. ബഹിരാകാശത്ത് പോകുന്നവർ കോസ്മിക് അൾട്രാവയലറ്റ് റേഡിയേഷനുകളോട് ഡയറക്റ്റ് എക്സ്പോസ്ഡ് ആണ്. ഇതെങ്ങനെ നേരിടും എന്നതൊരു വലിയ വെല്ലുവിളിയാണ്. അതിനനുസരിച്ചുള്ള സ്പേസ് സ്യൂട്ട്, കവറിങ്ങുകൾ ഒക്കെ വേണം. അതായത് സുഹൃത്തുക്കളെ, മനുഷ്യരെ ബഹിരാകാശത്ത് അയക്കുക എന്നത് സാധാരണ ഉപഗ്രഹ വിക്ഷേപണത്തേക്കാൾ 100 കണക്കിനിരട്ടി അധ്വാനവും കോംപ്ലിക്കേഷനുമുള്ള കാര്യമാണ്. നാം ഗഗൻയാൻ പദ്ധതി തുടങ്ങിയിട്ട് 6-7 വർഷമേ ആയിട്ടുള്ളൂ. 2008 ISRO ഈ പദ്ധതി സമർപ്പിച്ചിരുന്നുവെങ്കിലും അംഗീകരിക്കപ്പെട്ടില്ല. 2017 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം ലഭിച്ചതും 10,000 കോടി രൂപ അനുവദിക്കപ്പെട്ടതും. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ സ്പേസ് പ്രോജക്റ്റിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറും നമുക്കുണ്ടായിരുന്നില്ല. എല്ലാം പൂജ്യത്തിൽ നിന്ന് തുടങ്ങണമായിരുന്നു. നമ്മുടെ സൗകര്യങ്ങൾ പരിമിതമായതുകൊണ്ട് ഗഗനചാരികൾക്കുള്ള ആദ്യഘട്ട പരിശീലനം നൽകിയത് റഷ്യയിലാണ്. 1940കളിൽ ഏവിയേഷൻ ഇൻഡസ്ട്രി വളരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇന്ത്യയിലും എയ്റോസ്പേസ് മെഡിസിൻ വിഭാഗം ഉണ്ടായിരുന്നു. പൈലറ്റ്, ക്യാബിൻ ക്രൂ എന്നിവരുടെ റിക്രൂട്ട്മെൻറ്റ്, പരിശീലനം തുടങ്ങി ഏവിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ആ മേഖലയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ സയൻസിൽ ഒക്കെ നാം ഇന്ന് സ്വയം പര്യാപ്തമാണ്. ബഹിരാകാശ രംഗത്തൊരു ശക്തിയായി മാറുമ്പോഴും മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന പദ്ധതി ഇന്ത്യയുടെ വിദൂര ലക്ഷ്യങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. 2017 പദ്ധതി അംഗീകരിക്കപ്പെട്ടതോടെയാണ് നമ്മുടെ അപര്യാപ്തത കൂടി നാം ശരിക്ക് തിരിച്ചറിയുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ 2022 ലക്ഷ്യമിട്ട പദ്ധതി 5 വർഷത്തോളം നീണ്ടു. LVM-3 ബാഹുബലി റോക്കറ്റിനെ ഹ്യൂമൻ റേറ്റ് ചെയ്യുക, പേടകം ഡിസൈൻ ചെയ്ത് ഫൈനലാക്കുക,
തിരിച്ചിറങ്ങുമ്പോൾ വേണ്ട പാരച്യൂട്ടുകൾ നിർമ്മിക്കുക, അതിൻ്റെ ട്രയലുകൾ നടത്തുക, ഇങ്ങനെയുള്ള സാങ്കേതിക സംവിധാനങ്ങളെല്ലാം നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അതിവേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗഗനചാരികൾക്കുള്ള പരിശീലനം, അവരുടെ ഭക്ഷണം, അണിയേണ്ട സ്പേസ് സ്യൂട്ട്, മരുന്നുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ നാം സീറോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ റഷ്യയുടെയും വിദേശ ഏജൻസികളുടെയും സമയത്തിന് കാത്തു നിൽക്കേണ്ടി വന്നു. ഒരു 3 പതിറ്റാണ്ട് മുമ്പ് ദീർഘദർശനത്തോടെ പദ്ധതി ആവിഷ്കരിച്ച് ഫണ്ട് അനുവദിച്ച് സാവധാനം നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ ഭാരതീയർ പലവട്ടം ബഹിരാകാശത്ത് പോയി വരുമായിരുന്നു. സാരമില്ല, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ. ഈ സ്പേസ് മെഡിസിൻ എന്ന മേഖലയിലാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടും ISROയും കൈകോർത്തിരിക്കുന്നത്. ഇവിടെ ഇനി സ്പേസ് മെഡിസിനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ ആരംഭിക്കുകയാണ്. സ്പേസ് സ്പെഷ്യലിസ്റ്റുകളായുള്ള ഡോക്ടർമാരും മെഡിക്കൽ പ്രൊഫഷണലുകളും ഇവിടെ നിന്ന് പുറത്തു വരും. സ്പേസ് മെഡിസിൻ സ്പെഷ്യലായി പഠിപ്പിക്കുന്ന വളരെ കുറച്ച് സ്ഥാപനങ്ങളെ ലോകത്ത് തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചെലവിൽ സ്പേസ് മെഡിസിൻ പഠിക്കാൻ വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയെ ആശ്രയിക്കേണ്ടി വരും. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഇന്ത്യയിൽ എത്തുന്നത് എന്തുകൊണ്ടാണ്? കുറഞ്ഞ ചെലവിൽ എന്നാൽ മികച്ച രീതിയിൽ വിശ്വാസ്യതയോടെ ഉപഗ്രഹ വിക്ഷേപണം നടത്താൻ സാധിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ ഭാവിയിൽ നാസയുടെയും സ്പേസ് എക്സിൻ്റെയും അടക്കം മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് പഠിക്കാനും പരിശീലനം നേടാനും പറ്റിയ ഒരു സ്ഥാപനമായി ശ്രീചിത്രം മാറാൻ പോവുകയാണ്. നമുക്ക് അഭിമാനിക്കാം. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇത്രയൊക്കെ പണം മുടക്കി ഇത്രയൊക്കെ അധ്വാനിച്ച് എന്തിനാണ് മനുഷ്യനെ ഇങ്ങനെ ഈ ബഹിരാകാശത്തേക്കൊക്കെ വിടുന്നത്? എന്ത് കാര്യമാണ് ഇതൊക്കെയുള്ളത്? അമേരിക്കയും റഷ്യയും പോലെയുള്ള വൻ ശക്തികൾക്ക് പറഞ്ഞിട്ടുള്ള ഈ മേഖലയിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ കാശിങ്ങനെ മുടക്കുന്നത്? അത് വെറുതെ പണം മുടക്കുകയല്ല സുഹൃത്തുക്കളെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ലേ, സ്പേസ് മെഡിസിൻ. ഈ സ്പേസ് മെഡിസിൻ സ്പെഷ്യാലിറ്റി ഇവിടെ വികസിപ്പിക്കപ്പെടുന്ന പുതിയ കാര്യങ്ങൾ, കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യകൾ, ഇതൊക്കെ നാളെ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്കും സാധാരണക്കാരുടെ ജീവിതങ്ങളെ തന്നെയും മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. ഇങ്ങനെയാണ് എല്ലാ ടെക്നോളജികളും ഉണ്ടായിട്ടുള്ളത്. ആദ്യം അത് വികസിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും ഹൈ എൻഡ് മേഖലകളിലായിരിക്കും. പിന്നീടാണ് അത് സാധാരണക്കാരൻ്റെ ആ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത്. വയർലെസ് കമ്മ്യൂണിക്കേഷനും മൊബൈൽ ഫോണും എല്ലാം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഭാരതം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാവിയിലേക്കുള്ള വലിയ ഒരു മുതൽക്കൂട്ടിനുള്ള വിത്തുപാകലാണ്, അതിൻ്റെ അടിത്തറയിടലാണ്. നമുക്ക് കാത്തിരിക്കാം, അഭിമാനിക്കാം. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.